ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചെത്തി നിറയെ ഇതുപോലെ പൂക്കളുണ്ടായി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യവും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുമല്ലോ. അപ്പോൾ ചെത്തി ചെടിയെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ ബോർഡർ ആക്കിയാണ് നമ്മൾ നട്ടു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ സമ്മർ സീസൺ ആയി കഴിഞ്ഞപ്പോൾ ഒത്തിരി പൂക്കൾ ഇതിടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചെത്തി ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടത് വെയിലാണ്. വെയിൽ എന്തോരം കിട്ടുന്ന അത്രയും പൂക്കൾ ഇതിടും. പിന്നെ ഈ ഒരു ചെടിയെ നമുക്ക് ചെടിച്ചട്ടിയിലും ഇതുപോലെ താഴെ നട്ടു കൊടുക്കാൻ പറ്റിയൊരു പൂച്ചെടിയാണ് കേട്ടോ. രണ്ടായാലും പിടിച്ച് നല്ല ഭംഗിക്ക് പൂവിട്ട് നിന്നോളും. പിന്നെ താഴെ നട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി അത് ഫ്രീ ആയിട്ട് ഒന്ന് വലുതായിക്കോളും. പൂക്കളിടാനായാലും അതിന് കുറച്ചും കൂടി ചെടിച്ചട്ടിയിൽ ആ ഒരു ചെറിയ സ്പേസിലല്ലേ അതിന് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ താഴെ നട്ട് കൊടുക്കുന്ന അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പിടിക്കുന്ന ഒരു ടൈം വരെ അതിനെ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ചെടിയാണ് ചെത്തിച്ചെടി. അപ്പോൾ താഴെ നടുമ്പോഴൊക്കെ ചിലപ്പോൾ ഒത്തിരി വെയിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും, പിടിച്ച് കിട്ടാൻ പാടാണ്. എന്നാൽ പിടിച്ചിട്ടിയാൽ ഇതുപോലെ നല്ല ഭംഗിക്ക് നിന്നോളും. പിന്നെ ഇതിന് ഇതുപോലെ താഴെ നട്ടു കൊടുത്താൽ ഇതിൻ്റെ വേരൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് നീങ്ങി വരുമ്പോൾ ഇതുപോലെ പുതിയ പുതിയ തൈകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, അതിൻ്റെ ആ ഒരു കടഭാഗത്തു നിന്ന് പുതിയ പുതിയ തൈകൾ ആ വേരുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഇതുമ്പോൾ പൂവിട്ട് കഴിയുമ്പോൾ ഒരു പച്ച കളറിലേക്ക് ഒരു കായ കാണാം. അതാണ് ഇതിൻ്റെ വിത്ത്. അങ്ങനെ ഒത്തിരി തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സുഖം ഇങ്ങനെ താഴെ നട്ട് കൊടുക്കുമ്പോഴാണ്. അതിൻ്റെ വേരിൽ നിന്നൊക്കെ ഒത്തിരി പുതിയ തൈകൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇതുപോലെ 2 ചെടിച്ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് റെഡ് കളറിൽ പൂടുന്ന ചെത്തിയാണ്. അപ്പോൾ താഴെയും നമ്മൾ പറിച്ച് വെച്ചുകൊണ്ട് ഇലകൾക്കൊക്കെ ചെറിയൊരു മഞ്ഞപ്പുണ്ട്, അത് പിടിച്ചൊന്ന് ഉഷറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പിങ്ക് കളറിൽ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു തൈ. അപ്പോൾ ഇത് പൂവിടാൻ ഇച്ചിരി ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ പൂവുള്ള ചെടിയുടെ അടുത്ത് കൊണ്ട് വെച്ചത്. ഇപ്പം അതൊരു ടെക്നിക്കാണ് കേട്ടോ. പൂവിടാത്ത ചെടികളുണ്ടെങ്കിൽ പൂവുള്ള ചെടികളുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ അവരും പൂവിട്ടോളും. ഈ ചെടിയുടെ ഇലകളൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റും ഇത്രയും വെയിലത്ത് നല്ല ഗ്രീൻ കളറിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. കാരണം അത്രയും പൂക്കളിടണമെങ്കിൽ വെയിലത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വളം കിട്ടിയാലും നമുക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നടുന്ന സമയം നല്ല കെയറിങ് വേണം. പിന്നെ അത് നന്നായിട്ട് വലുതാവുമെന്ന് പറഞ്ഞു. പക്ഷേ വാട്ടറിങ് ഡെയിലി കിട്ടിയില്ലെങ്കിൽ ആ പൂവൊക്കെ എല്ലാം കൊഴിഞ്ഞു പോകും. ഇലയൊക്കെ ആ ഒരു ഗ്രീൻ കളറിൽ നിൽക്കില്ല. അപ്പോൾ വാട്ടറിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വെയിലിൻ്റെ പോലെ തന്നെ. പിന്നെ ഇതിൽ പൂവുണ്ടതിൻ്റെ മെയിൻ പണിത് ഇതുപോലെ മുട്ടുകളുണ്ടെങ്കിൽ, വിരിയാൻ നിൽക്കുന്ന മുട്ടുകളുണ്ടെങ്കിൽ വെറുതെ ഒന്ന് അമർത്തി കൊടുത്താൽ അത് നന്നായിട്ട് വിരിഞ്ഞ് വരും കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നല്ല ഭംഗിയാണ് അങ്ങനെ വിരിഞ്ഞ് വരുന്നത് കാണാനായിട്ട്. അപ്പോൾ ചെത്തി ഇതുപോലെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ബോർഡർ പോലെയൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് ഇതുപോലെ പൂക്കളിട്ട് നിൽക്കുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെത്തിപ്പൂവിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.